അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 28. ഒമാ ലുബ്ബിബ മിൻ ഇനായിൻ, ഒമാ ഒന്നാകുന്ന എന്നാണ് ലുബ്ബിബ, ഒന്നിന് കഷ്ണം വെക്കപ്പെട്ടു. ആ ഒന്നെന്തിനാൽ? മിൻ ഇനായിൻ, പാത്രത്തിനാൽ. അപ്പം കഷ്ണം വെക്കപ്പെട്ട പാത്രമാകുന്നത് എന്തുകൊണ്ട് കഷ്ണം വെക്കപ്പെട്ടു? ബിദ്ഹബിൻ ഔ ഫിദ്ദത്തിൻ, സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ കഷ്ണം വെക്കപ്പെട്ട പാത്രമാകുന്നത്. ലബ്ബത്തൻ കബീറത്തൻ, വലിയ കഷ്ണം വെക്കപ്പെട്ടു. അങ്ങനെയുള്ളതായിരിക്കുന്ന പാത്രമാകുന്നത്. എന്തിനാ വലിയ കഷ്ണം വെച്ചത്? ലിസീനത്തിൻ, അഴകിന് വേണ്ടി, ഭംഗിക്ക് വേണ്ടി വലിയ കഷ്ണം വെക്കപ്പെട്ട പാത്രമാകുന്നത്. അറുമസ്തമാലുഹു, അങ്ങനത്തെ പാത്രത്തിനെ കുടിക്കാനും മുതെടുക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കൽ ഹറാമാണ്. ഔ സഗീറത്തൻ, അല്ലെങ്കിൽ ചെറിയ കഷ്ണം വെക്കപ്പെട്ട പാത്രമാകുന്നത്. ഔ എങ്ങനത്തെ സഗീറത്ത്? ഖദിൽ ഹാജത്തി, ആവശ്യത്തിൻ്റെ അളവനുസരിച്ച് കൊണ്ടുള്ള മാത്രമുള്ള സഗീറത്താണ്. അത് ആവശ്യത്തിൻ്റെ കതിരനുസരിച്ച് എഴുതാനും എങ്കിൽ ഫലാ യഹ്റുമു, അങ്ങനത്തെ പാത്രം ഉപയോഗിക്കൽ ഹറാമില്ല. ഔ സഗീറത്തൻ, അല്ലെങ്കിൽ ചെറിയ കഷ്ണം വെക്കപ്പെട്ട ഒരു സീനത്തിന്, അഴകിന് വേണ്ടിയാണ്. ഔ കബീറത്തിനെങ്കിൽ വലിയ കഷ്ണം വെക്കപ്പെട്ട ഒരു ഹാജത്തിൻ, ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ജാസ, അത്തരം പാത്രം ഉപയോഗിക്കൽ ജായിസാണ്. ഫിൽ അസ്ഹി, അസ്ഹ് പ്രകാരം ജായിസാണ്. എന്താ ജായിസാൻ കാരണം? നദറല്ലി സുഗരി, ഭംഗിക്ക് വേണ്ടി ചെറുത് വെക്കുമ്പോൾ സാധനം ചെറുതല്ലേ, അത് നോക്കിയിട്ട് ജായിസാണ്. വലിയ ഹാജത്തി, മറ്റടുത്ത് വലിയ കഷ്ണമാണെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണല്ലോ വെച്ചത്, അതുകൊണ്ട് ജായിസാണ്. അപ്പോൾ മുഖാബിലുഹു, എന്നാൽ ചെറിയ കഷ്ണം ഭംഗിക്ക് വേണ്ടി വെച്ചാലും വലിയ കഷ്ണം ആവശ്യത്തിന് വേണ്ടി വെച്ചാലും പറ്റൂല. ജായിസല്ല എന്ന് പറയുന്ന കക്ഷികൾ അവർ നോക്കുന്നു ഇല സീനത്തി, ചെറിയ കഷ്ണമാണ് വെച്ചതെങ്കിലും ഭംഗിക്കല്ലേ വെച്ചത്, ഭംഗിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ. വൽ കിബിരി, അവർ തന്നെ ആവശ്യത്തിനാണ് വെച്ചെങ്കിലും വലിയതാണല്ലോ, അതുകൊണ്ട് പിന്നെ അത് പറ്റൂല എന്നാണ് ഒരു ന്യായം. വലബ്ബത്തു മൗദിയിൽ ഇസ്തിമാലി, എന്നാൽ പാത്രത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് കഷ്ണം വെക്കലാകുന്നത്. ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണമാകുന്നതിന് ഏവസുർബി, കുടിക്കും പോലെ അവ ചുണ്ട് വെക്കുന്ന സ്ഥലം, അവിടെ വെക്കുന്ന കഷ്ണം കഹൈരിഹി, അത് മറ്റുള്ള സ്ഥലത്ത് കഷ്ണം വെക്കുന്ന പോലെ തന്നെയാണ്. വിഷയത്തിൽ ഫിമാദുക്കിറ, മേൽ പറയപ്പെട്ട വിഷയത്തിൽ. അഥവാ വലിയ കഷ്ണം ഭംഗിക്ക് വേണ്ടിയാണെങ്കിൽ ഹറാമ്, ചെറിയ കഷ്ണം ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഹറാമില്ല. ഇനി ചെറിയ കഷ്ണം ഭംഗിക്ക് വേണ്ടിയാണ്, അല്ലെ വലിയ കഷ്ണം ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അസുഖ പ്രകാരം ജായിസ് എന്ന വിഷയത്തിലൊക്കെ ഇസ്തിമാലിൻ്റെ മൗദിയും മറ്റുള്ള സ്ഥലമൊക്കെ ഒരുപോലെയാണ്. ഫിൽ അസുഹി, അസുഖ പ്രകാരം ഗൈറ് പോലെയാണ്. ബസ്സാനി എന്ന അസുഹിൻ്റെ മുക്കാബില, അഥവാ ഇസ്തിമാലിൻ്റെ സ്ഥലത്താണ് ലബ്ബത്തെങ്കിൽ പറ്റൂല എന്ന് അടുത്ത അസുഹിൻ്റെ മുക്കാബിലയായ വജ്ഹാകുന്നത് യഹ്റുമു, ഹറാമാകുമെന്നാണ്. ഇനാവുഹ, ഉപയോഗിക്കുന്ന സ്ഥലത്ത് കഷ്ണം വെച്ചത് ഉപയോഗിക്കൽ ഹറാമാണ്. മുത്തലഖൻ, മുത്തലഖായിട്ട് പറഞ്ഞാൽ അത് ചെറിയ കഷ്ണാവട്ടെ വലിയ കഷ്ണാവട്ടെ, ഭംഗിക്ക് വേണ്ടിയാവട്ടെ ആവശ്യത്തിന് വേണ്ടിയാവട്ടെ, ഏതായിരുന്നാലും പറ്റൂല എന്നാ. അപ്പോൾ എന്താ, ഈ ഇസ്തിമാലിൻ്റെ മൗലിയിലാണെങ്കിൽ മുത്തലഖായിട്ട് ഹറാമാൻ കാരണം ഈ മുബാശറത്തിഹ, കാരണം ആ ലബ്ബത്ത് ബന്ധപ്പെടുന്നുണ്ടല്ലോ ബിൽ ഇസ്തിമാലി, ഇസ്തിമാലുമായിട്ട് നമ്മളെ ചുണ്ട് അങ്ങനത്തെ അടുത്തൊക്കെ ടച്ചാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറ്റൂല എന്ന് കൊളുത്തു. ഇതിപ്പോൾ റാഫിയാമിൻ്റെ ദർജിയാണ് പറഞ്ഞത്, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും രണ്ടിടത്തും ഒരേ ഹുക്മാണ് പറഞ്ഞത്. എന്നാൽ നബി റളിയല്ലാഹു പറയാണ്, ഞാൻ പറഞ്ഞു അൽ മദ്ഹബു, മദ്ഹബാകുന്നത് തെഹരീമു ഇനായ ലബ്ബത്തി ദഹബി, സ്വർണം കൊണ്ട് കഷ്ണം വെക്കപ്പെട്ട പാത്രം ഉപയോഗിക്കൽ ഹറാമാണെന്നാണ് മുത്തലഖൻ. ആ പാത്രത്തിൻ്റെ മുത്തലഖായിട്ട് പറഞ്ഞാൽ അത് ചെറിയ കഷ്ണാവട്ടെ വലിയ കഷ്ണാവട്ടെ, ആവശ്യത്തിന് വേണ്ടിയാവട്ടെ ഭംഗിക്ക് വേണ്ടിയാവട്ടെ, ഏതായാലും പറ്റൂല. അല്ലാഹു അലം. എന്താ സ്വർണത്തിൽ നിരുപാധികം ഹറാമാൻ കാരണം? ഈ അന്നഫീഹി, കാരണം സ്വർണം കൊണ്ട് കഷ്ണം വെക്കപ്പെട്ട പാത്രം ഉപയോഗിക്കുന്നതിലുണ്ട് അൽ ഖുയല, അൽ ഖുയല, അൽ ഖുയല, അല്ലെങ്കിൽ ലി അന്നൽ ഖുയല ഫിഹി, ലി അന്നൽ ഖുയല, കാരണം അഹങ്കാരമാകുന്നത് ഫിഹി, സ്വർണം കൊണ്ട് കഷ്ണം വെക്കപ്പെട്ട പാത്രത്തിന് ഉപയോഗിക്കുന്നതിനുള്ള അഹങ്കാരമാകുന്നത് അഷദ്ദു മിനൽ ഫിദ്ദത്തി, അത് വെള്ളി കൊണ്ട് കഷ്ണം വെക്കപ്പെട്ട പാത്രം ഉപയോഗിക്കുന്നുള്ളതിനേക്കാൾ കുറച്ച് സ്ട്രോങ് ഉണ്ട്, ശക്തി ഉണ്ട്. അതുകൊണ്ട് ആണ് സ്വർണം നിരുപാധികം ഹറാമാകാൻ കാരണം. വാസിലു ലബ്ബത്തിൽ ഇനായി, എന്നാൽ പാത്രത്തിന് കഷ്ണം വെക്കുന്നതിൻ്റെ അസ്ലാകുന്നത്
എന്നുവെച്ചാൽ ലുഗത്തിൽ ലബ്ബത്ത് എന്ന് പറയുന്നതിൻ്റെ അസില് മാ ഒന്നാണ് എങ്ങനെന്നാണ് യുസ്നഹു ബിഹിയ ഒന്നുകൊണ്ട് ശരിപ്പെടുത്തപ്പെടും ഖലലുഹു പാത്രത്തിൻ്റെ ന്യൂനതനെ അതിൻ്റെ മിസ്റ്റേക്കുകളെ ആ ശരിപ്പെടുത്തപ്പെടുന്ന ഒന്ന് എന്തിനാൽ മീൻ സഫീഹത്തിൻ ഒന്നുകിൽ പലകനാൽ ഔ ഗൈരിഹ അല്ലെങ്കിൽ പലക അല്ലാത്ത ഒരു നൂല് പോലത്തെ കതിർ അതൊക്കെ ഇതിനാണ് അസുല് ലബ്ബത്ത് എന്ന് ലോകത്ത് പറയാം. എന്നാൽ ഇത്ലാഖുഹ അതേ ലബ്ബത്തിന് ഇവിടെ മുസന്നിഫ് ഫുഖാക്കളൊക്കെ ഉപയോഗിച്ചത് അലാ മാഹുവല സീനത്തി അലാമാ ഒന്നിൻ്റെ മേൽ അങ്ങനെയാണ് ഒന്നാകുന്നതിൽ സീനത്തി ഭംഗിക്കുള്ളതാണ്. ഭംഗിക്ക് വേണ്ടി വെക്കുന്ന പലകൾക്കും നൂലിനൊക്കെ അങ്ങനെ ലബ്ബത്ത് എന്ന് ഉപയോഗിച്ചത് തവസ്സൂൻ അത് മജാസാണ്. ഇതിനോട് തുല്യമാക്കി ആ നിലയ്ക്ക് അതിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അല്ല അസില് മിസ്റ്റേക്ക് ശരിയാക്കുന്നതിനാണ് ലബ്ബത്ത് എന്ന് പറയൽ. അപ്പോൾ മർജിയുൽ കബീറത്തി വസഗീറത്തി അവൻ ചെറിയ കഷ്ണമാണെങ്കിൽ പറ്റും വലുതാണെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയും. അതാ ചെറുത് വലുത് എങ്ങനെ തീരുമാനിക്കുക? അതിനൊക്കെ അവലംബമാകുന്നത് അൽ ഉർഫാണ്. ജനങ്ങൾ പതിവാണ്. ജനങ്ങൾക്കുള്ള ഒരു ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ അത് ചെറുതെന്നാണ് പറഞ്ഞെങ്കിൽ പറ്റും. അല്ല ഒരു കൂടുതൽ ആൾക്കാർ അതിനെപ്പറ്റി നാട്ടിലെ പതിവ് പ്രകാരം വലുതെന്നാണ് പറഞ്ഞെങ്കിൽ പറ്റിയില്ല. അങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം. എന്നാൽ വക്കീല പറയപ്പെട്ടു ബഹുവാഷറു ഈ കീല മോശപ്പെട്ട കീലൊന്നുമല്ല, അത് അഷറ പ്രസിദ്ധമാക്കപ്പെട്ട അഭിപ്രായം തന്നെയാണ്. എന്താ പറയപ്പെട്ടത്? അൽ കബീറത്തു കബീറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉർഫിലേക്കൊന്നും മടക്കണം, മറിച്ചൊരു ലബത്ത് പറയുക. കബീറത്തിൻ്റെ ലബത്താകുന്നത് ഒരു കഷ്ണമാണ്. അങ്ങനത്തെ കഷ്ണം തസ്തോഇബു അത് മുഴുവിക്കും ജാനിബമ്മിനല്ലിനായി പാത്രത്തിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ഉണ്ടോ എന്നാൽ കബീറത്താണ്. ഒരു ഭാഗത്തിന് ഉദാഹരണം ഇതുപോലെ കഷഫത്തിൻ ചുണ്ട് പോലെ അതുപോലെ തന്നെ ഊതിൻ്റെ ചെവി വലിച്ച പാത്രത്തിൻ്റെ ഓരോന്നും ഉണ്ടാകില്ല. ഒക്കെ തസ്ബിയാക്കി പറയുകയാണ്. ചുണ്ടിനോടൊന്നും പിന്നെ അതുപോലെ തന്നെ ചുണ്ടിറ വെള്ളം കെട്ട് ഒഴിക്കുന്നിടത്ത് ഒരു പ്രത്യേക ഒരു സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. പരന്ന് വിൽക്കാതെ അല്ലെ ഒരേ പോയിന്റിൽ വെള്ളം വീഴാൻ വേണ്ടിയിട്ട്. അതിന് ഉതിന്ന് പറഞ്ഞാൽ ചെവി എന്നൊക്കെ പറഞ്ഞാൽ പിടിക്കാനൊക്കെ ഉണ്ടാവും ഓരോ സാധനങ്ങളെ. അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സ്ഥലം കംപ്ലീറ്റ് ഉണ്ടോ എന്നാൽ അത് കബീറത്താണ്. സ്വഹീറത്തു അതേ സ്ഥാനത്ത് സ്വഹീറത്താകുന്നത് ദൂനതാരിക്ക അതിൻ്റെ താഴെയാണ്. വെച്ചാൽ ഒരു ജാനിബിനും കണ്ട് മുഴുവിക്കൂല. ഒരു ഷഫത്തിൻ്റെ പൗതി അല്ലെങ്കിൽ ഒരു ഉദിൻ്റെ പൗതി അങ്ങനെയൊക്കെ വരുമ്പോൾ വല്ലസുലുഫിയ എന്നായി ലബ്ബത്തിൻ്റെ അകത്തുള്ള അസുലാകുന്നത് ഒരു ഹദീസാണ്. റവൽ ബുഖാരി റളിയല്ലാഹു റിവായത്ത് ചെയ്തിരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസ് എന്നത്? അന്ന അത് സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാനപാത്രം തങ്ങൾ കുടിക്കുന്ന പാത്രമാകുന്നത് അത് അല്ലത് എങ്ങനത്തെ പാനപാത്രമാണ്? കാന യശ്റബു ഫിഹിയ പാനപാത്രത്തിൽ നിങ്ങൾ കുടിക്കാറുണ്ടായിരുന്നു. ആ പാനപാത്രം പാത്രമായിരുന്നു മുസൽസലൻ ശരിപ്പെടുത്തപ്പെട്ടതായിരുന്നു ബിഫില്ലത്തിൻ വെള്ളി കൊണ്ട്. എന്താ വെള്ളി കൊണ്ട് ശരിപ്പെടുത്തപ്പെടാൻ കാരണം? ലിൻസുദാഹി ആ പൊട്ടീന് വേണ്ടി. ഐ മുഷക്കബൻ മുസൽസൽ എന്ന് പറഞ്ഞ അർത്ഥം മുഷക്കബൻ എന്നാണ്. ശരിപ്പെടുത്തപ്പെട്ടത് നന്നാക്കപ്പെട്ടതായിരുന്നു. ബി ഹൈത്തി ഫില്ലത്തിൻ വെള്ളിൻ്റെ നൂല് കൊണ്ട് ശരിപ്പെടുത്തപ്പെട്ടതായിരുന്നു. എന്താ ശരിപ്പെടുത്തപ്പെടാൻ കാരണം? ലിൻഷിഖാഖിഹി ആ പാനപാത്രം പൊട്ടീന് വേണ്ടി. അപ്പോൾ തവസ്സൽ മുസന്നിഫ് ഇവിടെ മജാസ് പ്രയോഗിച്ചു. എവിടെ? ഫി നസ്ബിൽ ലബ്ബത്തി ലബ്ബത്തിനൊക്കെ നസ്ബ് ചെയ്തെടുത്ത് ഉമാ ദുബ്ബി ദഹബിൻ ഔ ഫില്ലത്തിൻ ലബ്ബത്തൻ കബീറത്ത എന്ന് എങ്ങനെ നസ്ബ് ചെയ്തു? ബി ഫീലിഹ ലബ്ബത്തിൻ്റെ ഫീല് കൊണ്ട് ലുബിബൻ്റെ മഫൂൽ മുത്തലക്കാക്കിയാണല്ലോ ലബ്ബത്ത് കൊടുത്തത്. സാധാരണ മഫൂൽ മുത്തലക്കായി വരൽ മസ്തറുകളാണ്. ഈ ലബ്ബത്തുള്ള ഇവിടെ മസ്തറല്ലല്ലോ, ഒരു ഇസ്മാണല്ലോ. ആ മസ്തർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് മുസന്നിഫ് ഒരു ഇസ്മിനെ ഉപയോഗിച്ചു നിർത്തും. അത് നസ്ബുൽ മസ്തരി മസ്തറിന് നസ്ബ് ചെയ്യുന്ന മാതിരി ലബ്ബത്തിന് നസ്ബ് ചെയ്ത വിഷയത്തിന് മുമ്പ് തവസ്സു ചെയ്തു. ഹക്കീക്കിയ പ്രയോഗം വിട്ടു. ഹക്കീക്കത്ത് പ്രകാരം മസ്തറാണ് സാധാരണ മഫൂൽ മുത്തലക്കാകലി. അതൊരു മജാസാണ്. അവിടെ കല്യുബിമാൻ പറയുന്നുണ്ട് അത് മജാസ് ഇല്ലാതെ ഇങ്ങനെ ഒപ്പിക്കുകയാണ്. അത് നമ്മൾ ലബ്ബത്ത് എന്നുള്ളത് മഫൂൽ മുത്തലക്ക് ആക്കുമ്പോഴാണ് തവസ്സു. അവിടെ എന്താക്കിയാൽ മതി? ലബ്ബത്തിനെ മഫൂൽ മുത്തലക്ക് ആക്കണ്ട, കളയപ്പെട്ട കാനൻ്റെ ഖബറാന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ തക്തീർ എന്തുണ്ടാവും? ഒമാ ലബ്ബി ദഹബിൻ ഔ ഫില്ലത്തിൻ അപ്പോൾ കാന ലബ്ബത്തു കബീറത്ത് എന്നുണ്ടാവും. എന്നിട്ട് കാനി ഇസ്മിനെയും കളഞ്ഞതാണ്, ഖബറിനെ ബാക്കിയാക്കിയാണ്. അങ്ങനെ വെച്ചാൽ തവസ്സു ഒന്നും ഇല്ലതാനും. അപ്പോൾ ഇബാറത്തിൽ മുഹറരി എന്നാൽ മുഹറിൻ്റെ ഇബാറത്ത് വളരെ വെച്ചാന്ന് പറയുകയാണ്. അതിൽ അങ്ങനത്തെ തവസ്സു ഒന്നുമില്ല. അടുത്ത ഇബാറത്ത് എന്താ? വൽ മുളബ്ബബു ബി ദഹബി വൽ ഫില്ലത്തി ഇൻ കാന ലബ്ബത്തുഹു കബീറത്തൻ ലിസീനത്തിൻ ഹറുമ ഔ സഗീറത്തൻ ബി ഖദരിൽ ഹാജത്തി ഫലാ. ഇങ്ങനെയാണ് അതിൻ്റെ ഇബാറത്ത്.
വൽ മുളബ്ബഉ ബിദ്ദഹബി വൽ ഫിദ്ദത്തി, സ്വർണ്ണവെള്ളി കൊണ്ട് കഷ്ണം വെക്കപ്പെട്ട പാത്രമാകുന്നത് ഇൻകാന ലബ്ബത്തുഹു, ആ കഷ്ണം വെച്ചെടുത്തുള്ള കഷ്ണമാണെങ്കിൽ കബീറത്തൻ, വലിയതാണെങ്കിൽ, ഇലാഖിരി എന്ന് പറഞ്ഞാൽ അവസാനം വരെ, അഥവാ സീനത്തിന് വേണ്ടിയാണെങ്കിൽ ഹറുമാറും, അങ്ങനെയാണ്. അപ്പോൾ അത് പ്രകാരം അടുത്ത വസ്തു ഒന്നും വരുന്നില്ല. ആ നിലക്ക് ആ ഇബാറത്താണ് നല്ല ഇബാറത്ത് എന്ന് പറയുകയാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ്. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത